ഹായ്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 25 ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബൈനോമിയൽ തിയറവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഇൻറ്റിജർ ടൈപ്പ് തന്നെ. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് ശ്രദ്ധിക്കാം. ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്കൊരു എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്. എന്താണ് എക്സ്പാൻഷൻ? 1+x × 1 - x². പിന്നെ ഇങ്ങനൊരു എക്സ്പാൻഷൻ ഉണ്ട്, ഇങ്ങനൊരു ഫോം ഉണ്ട്. ഇത് ബൈനോമിയൽ എന്ന് പറയാൻ പറ്റില്ല, ഇത് എത്രയോ ടേംസുകളുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് ഇങ്ങനെയൊക്കെ തന്നാൽ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണം. അതിന് നമുക്ക് ബൈനോമിയലിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതേ അങ്ങനെ തരുള്ളൂ. ഓക്കെ, പിന്നെ നോക്കൂ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദി സം ഓഫ് ദി കോഎഫിഷ്യൻറ്റ് ഓഫ് x³ ആൻഡ് x⁻−13. അപ്പോൾ x³ x⁻−13 കോഎഫിഷ്യൻസുകൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് അത് സം ചെയ്താലാണ് നമ്മൾ ആൻസറിലേക്ക് എത്താൻ പറ്റുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോഎഫിഷ്യൻസുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന രീതിയിലേക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കില്ല തരിക. നമ്മൾ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ആ കോഎഫിഷ്യൻറ്റ് കാണാവുന്ന രീതിയിലേക്ക് അതിനെ നമ്മൾ മാറ്റണം. അതിനുശേഷം മാത്രമേ നമുക്ക് കോഎഫിഷ്യനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കോഎഫിഷ്യനേക്കാൾ ഉപരി അതിനെ ഒരു ബൈനോമിയലിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ 1+x അതേപോലെ തന്നെ എഴുതി. ഓക്കെ, ഈ 1 - x² അതേപോലെ തന്നെ എഴുതി. ഇനി ഇതിനകത്ത് ആകെ പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, 1+x 1 - x² ഒക്കെ ബൈനോമിയൽ ഫോമാണ്, 2 ടേമുള്ള ഫോമാണ്. പക്ഷെ ഇവിടെ നമുക്ക് 4 ടേമുള്ള മറ്റൊരു സംഗതി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എന്തിൻ്റെ എക്സ്പാൻഷൻ? നോക്കൂ, 1331. തീർച്ചയായും 1331 വന്നു കഴിഞ്ഞാൽ അത് a+b³ എക്സ്പാൻഷൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: 1 + 1/x (3) എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഹോൾ ക്യൂബ്. കാര്യം 1 + 1/x (3) എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1³ 1 കിട്ടും. 3a²b എന്ന് പറയുമ്പോൾ 3/x കിട്ടും. പിന്നെ 3ab² എന്ന് പറയുമ്പോൾ 3/x² കിട്ടും. bq എന്ന് പറയുമ്പോൾ 1/x³ കിട്ടും. പക്ഷേ ഇതിനെന്തുണ്ട്? ഇതിന് ഹോൾ പവർ എന്തുണ്ട്? 5 ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1+x ഇനി ഈ 1 - x² നമുക്ക് എങ്ങനെ എഴുതാം? 1+x × 1 - x എന്ന് എഴുതാം. ഇൻറ്റു അടുത്തത് 1 + 1/x (5 × 3 15) എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1+x × 1+x 1+x × 1+x എന്ന് പറയുന്നത് എന്താണ്? 1+x × 1+x 1+x (2). ഓക്കെ, 1+x (2) ഇൻറ്റു 1 - x. ഇവിടെ നമ്മൾ LCM എടുക്കുമ്പോൾ x + 1 15 / x⁻15 എന്ന് വരും. കാര്യം ഞാൻ ആ 1 + 1/x ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് x + 1 ആക്കി, അല്ലെങ്കിൽ 1+x ആക്കുക. അപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞാൽ this is 1+x². ഓക്കെ, 1+x × 1+x എന്താണ്? 1+x². സോ 1+x², x + 1 15 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് കിട്ടിയത് 1 - x × 1+x (17) കിട്ടും. / x⁻15 ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ 1 - x ഇത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യലാണ്. സോ 1+x (17) പിന്നെ വരുന്നത് -x × 1+x (17) / x⁻15 ആണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കോഎഫിഷ്യന്റ് ഓഫ് x³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ /x⁻15 ഉണ്ട് അല്ലേ. അപ്പോൾ x³ കിട്ടണമെങ്കിൽ മോൾ x⁻18 വരണം. മോൾ x⁻18 വന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? x³ കോഎഫിഷ്യന്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് പറയണം? കോഎഫിഷ്യന്റ് ഓഫ്, ശ്രദ്ധിക്കണേ, കോഎഫിഷ്യന്റ് ഓഫ് x³ എന്നതിനോട് ഈക്വൽ ആണ്. ദിസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് എന്താണ്? x⁻18 ആണ് ഇൻ ദി എബോവ് എക്സ്പാൻഷൻ. ബിക്കോസ് x⁻18 x⁻15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x³ കിട്ടുള്ളൂ. കാര്യം ഡിനോമിനേറ്ററിൽ x⁻15 ഉണ്ട്. അപ്പോൾ x⁻18 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് ഉണ്ടോ? x⁻18 വരുന്നത് എവിടെയാണ്? യെസ്, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ x⁻18 വരില്ല. കാര്യം ഇവിടെ ഹയസ്റ്റ് പവർ 17 ആണ്. ഇവിടെയും ഹയസ്റ്റ് പവർ 17 ആണ്. എക്സിൻ്റെ പവർ x⁻17 ആണ് വരിക. പക്ഷേ പുറത്തൊരു x ഉണ്ട്. ആ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x × x⁻17 എന്തായിട്ട് മാറും? x⁻18 ആയിട്ട് മാറും. ആൻഡ് ഡിവൈഡഡ് ബൈ x⁻15 ചെയ്യുന്ന സമയത്ത് അത് x³ ആയിട്ട് മാറും. അതിൻ്റെ ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ടാവും. ദാറ്റ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് നോക്കാം. x⁻17 കോഎഫിഷ്യൻ്റ് നിങ്ങൾക്കറിയാം 1 ആണ്. x കൊണ്ട് മൾട്ടിപ്ലൈ x⁻18 ആകും. അവിടെയും കോഎഫിഷ്യൻ്റ് 1 തന്നെയാണ്. ഇവിടെ കോഎഫിഷ്യൻ്റ് 0 ആണ്. അപ്പോൾ 0 - ഇവിടെ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ -1 ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 എന്ന് എഴുതാം. ശരിയല്ലേ? ദിസ് ഈസ് 0 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ x³ കോഎഫിഷ്യൻ്റ് ഇൻ ദി എബോവ് എക്സ്പാൻഷനിൽ -1 ആണ് കിട്ടുക. അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോഎഫിഷ്യൻ്റ് ഓഫ് x⁻13 ആണ് അല്ലേ. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് x⁻13 എന്തിനോട് ഈക്വൽ ആണ്?
കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു -13 കിട്ടണമെങ്കിൽ മുകളിൽ എക്സ് സ്ക്വയർ വരണം അല്ലേ? മുകളിൽ എക്സ് സ്ക്വയർ താഴെ എക്സ് റേസ് ടു 15 വന്നാൽ അവർ തമ്മിൽ ക്യാൻസൽ ആയിട്ട് എന്ത് ചെയ്യും? താഴെ എക്സ് റേസ് ടു 13 വരും. അത് മുകളിലേക്ക് പോകുമ്പോൾ എക്സ് റേസ് ടു -13 വരും. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു എന്താ വരേണ്ടത് മക്കളെ? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു എന്ത് വരണം? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 2 ആണ് വരേണ്ടത് അല്ലേ? എക്സ് സ്ക്വയർ ആണ് വരേണ്ടത്. അപ്പം മുകളിൽ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് വന്നാൽ താഴെ എക്സ് റേസ് ടു 15 തമ്മിൽ ക്യാൻസൽ ആകുമ്പോൾ എക്സ് റേസ് ടു എന്ത് വരും? -13 എത്തിക്കോളും. ഓക്കെ, അപ്പം നമ്മൾ അറിയാം എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇതാ. ഈ ഒരു എക്സ്പാൻഷനിലെ നമ്മളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു എക്സ്പാൻഷനിൽ എക്സ് റേസ് ടു 2ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടേമാണ്. ജസ്റ്റ് NC01 വരിക, പിന്നെ NC1x NC2 x സ്ക്വയർ മൂന്നാമത്തെ ടേമാണ് വരിക. NC2 എന്ന് പറയുമ്പോഴത്തേക്ക് 17C2 ആണ് വരിക. 17C2 ആണ് വരിക. പിന്നെ മൈനസ് അവിടെ നമുക്ക് രണ്ടാമത്തെ ടേം മതി, അതായത് 17C1 മതി. ഇതാണ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ. 17C2 എന്ന് പറഞ്ഞാൽ 17 × 16/2 -17 ആണ്. യു ടേക്ക് 17 കോമൺ, യുൽ ഗെറ്റ് 16/2 is 8. 8 - 1 എന്ന് വരും. ദാറ്റ് ഈസ് 17 × 7 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 49 4 119 എന്നാണ് കിട്ടുക. ശരിയല്ലേ? 119 എന്നാണ് കിട്ടുക. അപ്പോൾ ആദ്യത്തെ ആൻസർ -1 ആണ്, രണ്ടാമത്തെ ആൻസർ 119 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സം ഓഫ് ദി കോഎഫിഷ്യൻസ് ആണ്. സോ സം ഇസ് ഈക്വൽ ടു 3 കിട്ടും മക്കളെ. -1 + 119, ദിസ് ഈസ് ഗോയിങ് ടു ബി 118. ഓക്കെ, ഇതിന് ആൻസർ വരുന്നത് എന്താണ്? 118 എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ വരിക. 118 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താ ചെയ്തിരിക്കുന്നത് മനസ്സിലായോ? നമുക്ക് തന്നിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തിങ്സിനെ നമ്മൾ എന്ത് ചെയ്തു? സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് കോഎഫിഷ്യൻസ് ഒക്കെ പറയാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റി അതിൽ നിന്ന് നമുക്ക് എക്സ് റേസ് ടു 3യുടെ കോഎഫിഷ്യൻ്റ് എങ്ങനെ പറയാൻ പറ്റും, അതുപോലെ എക്സ് റേസ് ടു -13ൻ്റെ കോഎഫിഷ്യൻ്റ് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളത് ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 15 ഉണ്ട്, അത് വെച്ചുകൊണ്ട് നമ്മൾ പറയണം. ഇപ്പം മുകളിൽ എത്ര പവർ വന്നാൽ അത് കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് കൃത്യമായിട്ട് ആ കോഎഫിഷ്യൻ്റ് കിട്ടും എന്നുള്ള ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.